ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സിനിമയുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷമായിട്ടാണ്, ഭയങ്കര എനർജി ആയിട്ട് നിൽക്കുക. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ മക്കൾ വന്നിട്ടുണ്ട്. ഒത്തിരി 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 സന്തോഷം. കാരണം എന്നാ പറയുന്നത്, നമ്മൾ ഒന്നാമത്തെ കാര്യം ഞാനും ചേട്ടായി തന്നെ ആകും. ഇങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇതിനൊരു മൂകതയാണ്. പക്ഷെ പിന്നെ സാഹചര്യമാണ് അല്ലെ, എല്ലാവർക്കും ഓരോ സാഹചര്യങ്ങളുണ്ട്. അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാന്നുള്ളതുള്ളൂ ജീവിതത്തിന്റെ ഒരു ഇത്. അങ്ങനെ നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോയാലേ ജീവിതം ആത്തുള്ളൂ അല്ലേ. അതെ, അപ്പം ഒറ്റയ്ക്ക് പോവുകയും ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷെ ജീവിതം വരുമ്പോഴും ഒരുപാട് കൂട്ടും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. പക്ഷെ പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ പിള്ളേര് വന്ന് കുറച്ച് ദിവസം അവൾക്ക് ഇങ്ങനെ കുണി ഒക്കെ ഉണ്ടാക്കിട്ട് പോയി കഴിയുമ്പോ പിന്നെ ഭയങ്കര ഒരു മൂടൗട്ടാവും. പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, വീട് ഉറങ്ങി പോണക്കാവും. അത് എന്നിട്ട് പിന്നെ ഈ കൊച്ചുണ്ടെങ്കിലാണ് നമ്മൾ വരുമ്പോഴത്തേനേ ഒരു സന്തോഷമുണ്ട്. മുട്ടായി കൊടുക്കുക, അതൊക്കെ ഉള്ളൂ. പിള്ളേർ കൊച്ചുണ്ടെങ്കിൽ ഓടി നടന്നു വരും, എല്ലാം ഒരു ബഹളമാ. അപ്പൊ കൊച്ചു പോയതിന്റെ ഒരു അതെ ചേട്ടന് ഒരുക്കിയാണ് പരിപാടി. അപ്പം അവള് പോയതിന്റെ ഒരു സങ്കടവും വിഷമത്തിലൊക്കെയാണ് സത്യം പറഞ്ഞാല്. വിഷു ഒക്കെ കഴിഞ്ഞിട്ട് അതിലെല്ലാം എനിക്ക് പനിയൊക്കെ ആയിപ്പോയി. അങ്ങനെയൊക്കെ ഒരു സങ്കടത്തിൽ നിന്നപ്പോഴത്തേനും നമ്മളെ സന്തോഷിപ്പിച്ചു. നമ്മളങ്ങനെ ആവശ്യമില്ല, വിഷു ആവശ്യമില്ല, ഒന്നുമില്ല. നമുക്ക് കണി വെക്കാൻ പറ്റിയില്ലായിരുന്നു. കണി വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ സാഹചര്യങ്ങളാണ്. അതെ അതെ. അപ്പം നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം മക്കള് വീണ്ടും വന്നിട്ടുണ്ട്. എന്നാ വർഷത്തിലും പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെ ചേർത്ത് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാപത്ത് വരുമ്പോഴും സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ ചേർത്ത് പിടിക്കുന്നവരാ യഥാർത്ഥ സ്നേഹിതര് അല്ലേ. അത് മക്കളായിക്കോട്ടെ, കൂടപ്പുറപ്പുകളായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അപ്പനായിക്കോട്ടെ. അല്ലാതെ ഇച്ചിരി പൈസയും കാര്യവും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഓക്കെയാണ്, എല്ലാം ശരിയാ, സെറ്റാന്ന് പറഞ്ഞിട്ട് അന്നേരം ചേർത്ത് പിടിക്കുന്നവരല്ല. നമ്മുടെ കഷ്ടകാല സമയത്ത് നമ്മുടെ ഇല്ലായ്മയിലും നമ്മൾ താന്നു പോകുമ്പോ നമ്മളെ ഒരു കൈ പിടിച്ച് ഉയർത്തണം. അതാണ് യഥാർത്ഥ സ്നേഹിതര്. അപ്പൊ നമ്മുടെ മക്കള് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇങ്ങനെ കറക്കാനായിട്ട് കൊണ്ടുപോയി. മൊത്തം ഇങ്ങനെ കറങ്ങി. എവിടെയൊക്കെ കറങ്ങിയത് ഞങ്ങൾ പറയുന്നില്ല, അത് വീഡിയോ കണ്ടാൽ മതി. പക്ഷെ ഞങ്ങളുടെ ഒരു ഭാഗ്യദോഷം എന്ന് പറഞ്ഞാൽ മതി. ഇടിവെട്ടിയ മഴ. എന്നാലും ഞങ്ങളെ കറക്കാൻ എത്രയാവും കറക്കി. ഞാൻ കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നു. ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞുമക്കള് രണ്ടുപേരും, മുളകൊരു മകളും ഉണ്ടായിരുന്നു. അവരിപ്പം ഉപ്പ് വരെ പോയി കടയും ഇപ്പം തിരിച്ചു വരും അല്ലെ. ഇപ്പൊ തിരിച്ചു വരും സന്തോഷമായിട്ട്. അപ്പൊ നമ്മൾ അവിടെ എവിടെയും പോയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ദിവസം പോകലില്ല, അതൊരു ഒത്തിരി ഓർമ്മകൾ കിട്ടിയ ദിവസമാണ് കേട്ടോ. അവിടുത്തെ അച്ഛനും അമ്മയും ആയിക്കോട്ടെ, അവിടുത്തെ കൂടപ്പുറപ്പുകളായിക്കോട്ടെ, അവിടുത്തെ അപ്പുമോനായിക്കോട്ടെ, ഒത്തിരി സ്നേഹമുള്ള കുഞ്ഞുങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു ഓർമ്മയൊക്കെ കൂടെ നമ്മുടെ മനസ്സിലും ഉണ്ടല്ലോ. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എടുത്തു പറയേണ്ട കാര്യമില്ല. അത്രയ്ക്ക് സ്നേഹമുള്ള രണ്ട് പൊന്നുമക്കളാണ്. അപ്പൊ അവരിപ്പം വരും. അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പോയി ചെയ്യാല്ലേ. പിന്നെ ഇപ്പൊ ഉടനെ വരും. വരാതെ വന്നിരുന്നു, 6:30 പോയി, 7:00 വരാതെ വന്നു. ഇത്രയും നേരം ഉണ്ടായിരുന്നു, അങ്ങ പുറപ്പെടായിരുന്നു ഇവിടെ. പക്ഷെ എനിക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം മഴയും ഇടിയും മിന്നലും എല്ലാം വരുന്നു, കറണ്ടും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ എടുക്കാനാണ്? അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ തകർത്തടിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇനി വരുമ്പോ വന്നു കഴിയുമ്പോ ആരാ എന്താന്നുള്ളതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആരും മിസ് ചെയ്യേണ്ട, ഓടിപ്പോയി വീഡിയോ ഉണ്ട്. കാര്യത്തിൽ ഇതേ കണ്ണനും നിശയും കൂടെ വന്ന് ഞങ്ങളെ കറക്കാൻ കൊണ്ടുപോയതാ. ഹായ് പറ എല്ലാവർക്കും. ഓയിന്നും പറ, ഒച്ച വെക്കല്ല. ഹായ്. ഹായ് ഗെയ്സ്, എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചേ. നമ്മള് ചിയാക്കുട്ടീനെ ചായക്കുട്ടനെ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ. വന്നപ്പോ ഞങ്ങളെ കറക്കാൻ കൊണ്ടുവന്നു. പക്ഷെ അടിപൊളി മഴയായിപ്പോയി, ഒരു രക്ഷയില്ല. എന്നാ പിന്നെ വെള്ളം ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഇവിടെ നേരത്തെ കടയൊക്കെ ആയിരുന്നു. ഇതായിരുന്നു ചന്ത. മഴയാണേലും ആൾക്കാരുണ്ട് കേട്ടോ. വണ്ടിയും കാര്യങ്ങളും ആൾക്കാരും ഒക്കെ ഉണ്ട്. മഴ കാരണം വെള്ളം നോക്കി കലങ്ങി കിടക്കുന്നുണ്ടോ ഇവിടെ? വെള്ളം കണ്ടോ? ആറ്റിലോട്ട് നോക്കി. അതെന്നെ സാധനമാണ്. എന്റെ ദൈവം, താറോ ഉണ്ടോ?
ഞാൻ ചോദിച്ചില്ല എന്റെ അമ്മയാണോ. അയ്യോ ഞങ്ങൾ പറഞ്ഞു അയ്യോ എന്റെ പൊന്നോ. സായക്കുന്റെ അമ്മയല്ലേ എന്നിട്ട് ഇതാരാ എന്തോ സുനിപ്പപ്പായോട് എന്നെ ചെയ്ത് വീട്ടിൽ വരുന്ന കാര്യം ചോദിച്ചേ. എന്നത് ഫോണോ? ഇത് ഞാൻ മേടിച്ചതാ. നല്ലാണോ? വിലയോ? വില 10 രൂപ. തൂക്കുപാലം കാണാൻ വന്ന് ദേ കോഴിമല മൊത്തം കറക്കുവാ. പാലായി ആ ടൗണിൽ വില നല്ല സിറ്റിയിൽ കൂടെ നമുക്ക് പോകാറുണ്ട്. എന്നിട്ട് ദേ കാടും പലയൊക്കെ കടിച്ചോണ്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതെ അതെ. അല്ല നമ്മുടെ തൂക്കുപാല നമ്മുടെ ഏറ്റവും വലിയ സ്ഥലം അല്ലേ? ആര് വന്നാലും നമ്മള് തൂക്കുപാലത്തിലാണ് കൊണ്ടുപോകുന്നത്. അപ്പം വന്ന് കറങ്ങി ഇതേ കോഴിമല പള്ളിയിൽ എത്തി. ആ നല്ല രസമുണ്ടല്ലേ പള്ളി കാണാൻ. നല്ല ഐശ്വര്യം കേട്ടോ. അപ്പൊ നമ്മള് കോഴിമല പള്ളി ഞങ്ങൾ അവിടുന്ന് നടന്നു കയറി വരുന്നത് ഇവിടെ ഈ മറ്റേ സിനിമ ഇടും ഇവിടുത്തെ പെരുന്നാളിലാണ്. അന്ന് പറയുന്നത് നാടോടിക്കാറ്റാണ് സ്ക്രീനിലാണ് 4 മണിയാന്ന് വന്നിരിക്കും സിനിമ കാണാൻ. അയ്യോ ആണോ? പോകുമ്പോ രാത്രി 1 മണിയാവും. അത് ശരി. ഇവിടെയാണ് ഇവിടെ നല്ല കെട്ടൊക്കെ ആയി വലിയ സ്ക്രീനൊക്കെ അയ്യോ അതെ. ഈ വഴിയുണ്ടല്ലോ മാമ അവിടുന്ന് കയറി വരുന്നത് നമ്മുടെ കീരിക്കടയില്ലേ കീരിക്കട അവിടുന്ന് കയറി വരുന്നത് ഇവിടെയാണ് നമ്മുടെ വീട്ടിലെ കുറെ പോയാലാണ്. ആണോ? ഒത്തിരി മാറി പോയിരുന്ന വർഷം എത്രയായി നിങ്ങൾ ഉപ്പറക്കി വന്നിട്ടല്ലേ? ഇവിടെയൊക്കെ പള്ളികളും കാര്യങ്ങളും ഒക്കെ വന്നു കേട്ടോ. കോഴിമല പള്ളി ഇവിടെ ആണോ? എന്നാ പക്ഷെ നല്ല സ്റ്റൈലാക്കിയത് ഇപ്പോഴായിരിക്കും. ഇന്ന് നമ്മുടെ മക്കള് വന്നിട്ടുണ്ട് കേട്ടോ. പാലായിന്ന് കണ്ണന്റെ നിശയും മക്കളും വന്നിട്ടുണ്ട്, കണ്ണനും ഉണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാന്ന്. അല്ലേ ഏട്ടായി? അപ്പൊ എന്നാ ഉണ്ടാക്കുന്നത് ഇന്ന് സ്പെഷ്യൽ? അപ്പൊ നമ്മൾ ഇന്ന് നാടൻ കോഴിയാണ്. നാടൻ കോഴി നല്ല കപ്പപ്പൊഴുപ്പ് അടിപൊളി. അപ്പൊ തേങ്ങ മൂത്ത് കേട്ടോ. ഇനി ഇതിന് അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഉണ്ടാവും. സവോള, കൊച്ചുള്ളി, ഇഞ്ചി, പഴയ രീതിയിലുള്ള നാടൻ കറി അല്ലേ? പണ്ടത്തെ നാടൻ കോഴിക്കറി. അപ്പൊ ചേട്ടാ അതെ അതുങ്ങളുണ്ടല്ലോ വന്നു ചായ കുടിച്ച് ഇത്രയും നേരം കണ്ണനും ചേട്ടയും കൂടെ കേട്ടോ റെഡിയാക്കിയ കോഴീനെയൊക്കെ. എന്നിട്ട് ഇപ്പം വീട്ടിൽ വരെ പോയേക്ക് ഓടി വരാമെന്ന് പറഞ്ഞ് പോയേക്ക് കേട്ടോ. അപ്പോൾ വരും. അപ്പോഴത്തേനും നമുക്ക് കറിയൊക്കെ സെറ്റാക്കാം. അപ്പോഴത്തേനും എനിക്കൊന്ന് കുളിക്കണം. ഞാൻ ഓടിപ്പോൾ കുളിച്ചിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. പിള്ളേർക്ക് വേണമെങ്കിൽ പപ്പടം പൊളിച്ചു കൊടുക്കാം. ഇതേ സാലഡ് ഉണ്ടാക്കി, വെറൈറ്റി സാലഡ്. പിന്നെ കപ്പ വീച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറുണ്ട്, കുത്തരി ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് കഴിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പിന്നെ അങ്ങ് വെച്ചതാണ്. പിന്നെ നല്ല നാടൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. അവന് ഒരു ശക്കലം കൂടെ പരിപാടിയുണ്ട്, അവൻ തുറക്കാറായിട്ടില്ല കേട്ടോ. അപ്പം പാത്രമൊക്കെ ഞാൻ ഇപ്പോൾ എടുത്ത പാത്രങ്ങളൊക്കെ അത് ഉണക്കാനായിട്ടൊക്കെ വെച്ചതാണേ. പിന്നെ ചേട്ടായിക്കാണ് ഭയങ്കര സന്തോഷം കേട്ടോ. ആരെങ്കിലും വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കൾ തന്നെയാണ് കേട്ടോ അവർ. കണ്ണണ്ണേലും നിശയാണെങ്കിലും കേട്ടോ. ഞാൻ അവളെ എപ്പോഴും കാണുന്നില്ല, അതുകൊണ്ട് ആ പെങ്കൊച്ച് ഈ പെങ്കൊച്ചെന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും നമ്മുടെ മക്കളെ പോണക്കാണ് കേട്ടോ. പിന്നെ കണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ക്വാളിറ്റി ഞാൻ കണ്ടേക്കുന്നത്, എൻ്റെ 2 മക്കളെയും ഭയങ്കര ഇഷ്ടമാണ് കണ്ണ്. ഇന്ന് വരെ ഒരു കുറ്റം പറയുന്നില്ല. ഓരോരുത്തർക്ക് ഓരോ സാഹചര്യമുണ്ട് സിന്ധു ചേച്ചി എന്ന് പറയുവേ. ആ സാരമില്ല സിന്ധു ചേച്ചി, അതിലൊക്കെ എല്ലാം ഓക്കെ ആവും. സിന്ധു ചേച്ചി മേലെ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ടെൻഷനും സങ്കടങ്ങളും ഒന്നും ചെയ്യരുതെന്ന് പറയും. അതുപോലെ തന്നെ ആ മിഷനിൽ എപ്പോഴാണെങ്കിലും കൊണ്ട് പറയാറുള്ള ഒരു കാര്യമുണ്ട്. സിന്ധു ചേച്ചി വന്ന് സിന്ധു ചേച്ചിക്ക് വയ്യാഴിയുണ്ടോ വന്ന് കയറ്. അല്ലാണ്ട് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഇത് ഇതിനെ പ്രത്യേകിച്ച് പറയുന്നത് മക്കൾ മേടിക്കുന്നതിന് വന്ന് കയറുന്നതിന് അമ്മമാർക്കോ വല്ലതും പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇന്ന് വരെ ആ മിഷനെ ഞാൻ കയറാൻ പോയിട്ട് അവനുണ്ട് 10 പൈസ മേടിച്ചിട്ടില്ല. എനിക്ക് മടിയാണേ സത്യം പറഞ്ഞാൽ. ഈ കൈക്ക് ശരിക്കും ഷോൾഡറിനൊക്കെ ചില സമയത്ത് വേദനയുണ്ട്, കഷത്തിനോടൊക്കെ ചെറിയ നീരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് മടിയാണ് പോകാനായിട്ട്. എന്നിട്ട് ഞാനിവിടെ ചേട്ടനോട് പിന്നെ ചേട്ടായി നമ്മൾ 2 പേരും അങ്ങനെ പോയി കയറണം, അവൻ കാശ് മുടക്കി മേടിച്ചല്ലേ ചേട്ടനെ. ചേട്ടായി അതേ ഇവിടെ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവനുണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ ചെന്നപ്പോൾ എന്ത് പറയാം, അല്ല എന്നെ വിളിച്ചു, ഫോൺ വിളിച്ചു. ഞാൻ പിന്നെ ചെന്നപ്പോഴല്ലേ ഫോൺ വിളിച്ചിട്ട് പറയാം ചേച്ചി എന്നെ വരാത്ത, ചിലപ്പോൾ ആൻറ്റീന്ന് വിളിക്കും. എന്തിനാ ആൻറ്റി എന്നെ വരാത്ത, മാമനുണ്ട് പറഞ്ഞു പൈസ വേണ്ടത്, മേലെ ഇങ്ങനത്തെ വർത്താനം പറയുന്നത്. അങ്ങനെ ഒരു ശരിക്കും മക്കൾ എൻ്റെ മക്കളെക്കാട്ടി ഒരു 2-3 വയസ്സ് കൂടുതലേ ഉള്ളൂ കേട്ടോ. ഞാൻ
എന്നാ പറയുന്നത്, അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ 2 മക്കളുടെ ഉണ്ടായപ്പോൾ പ്രസവം നോക്കാനായിട്ടൊക്കെ ഞാൻ പോയി നിന്ന് അവനറിയാമെന്ന് തന്നെ, ശരിക്കും അറിയാമെന്നാ. അതുകൊണ്ട് അധികം ഉണക്ക് ഭയങ്കര ഒരു സ്നേഹമാണ് കേട്ടോ. അത് നമുക്ക് ഒരു ഭയങ്കര ശരിക്കും ഇന്നിപ്പോൾ കാര്യം എല്ലാം കറക്റ്റ് ചെയ്യും. ശരിക്കും തൂക്കുപാലത്തിലും അഞ്ചുരുളിലും ഒക്കെ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്ത് വന്നതാണ്. പക്ഷെ മഴയായിപ്പോയി. എന്നാ അത് അവൻ്റെ കുഴപ്പമാണോ? എന്നിട്ട് പിന്നെ കോഴിവല എല്ലാം കറക്കി സ്വരാജി കൂടെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നാടൻ ചിക്കനൊക്കെ ചേട്ടായി അവനോട് പോയി മേടിച്ച് കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഓക്കെ ആക്കി സെറ്റാക്കി വെച്ച് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അവർ കുളിക്കാൻ വേണ്ടി പോയി ഇപ്പോൾ വരും. ഇപ്പം ഞാൻ ചേട്ടനെ കാണിച്ചു തരാവേ. ചേട്ടായി നോക്കി കൊതിച്ചിങ്ങനെ ഊഞ്ഞാലേ ഇരിക്കണം. അതെ ചേട്ടായിക്ക് ക്ഷമയില്ല കേട്ടോ. ക്ഷമയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരും അത് ഇനി അവര് വന്ന് അവരെ ഒന്ന് തീറ്റിച്ച് പോകരുത് കേട്ടോ. ഇന്ന് നിഷയോട് 50 പ്രാവശ്യം പറഞ്ഞു അമ്മൂന്റെ ഡ്രസ് ഇരിപ്പുണ്ട്, എടുത്തിട്ട് നിനക്കത് പോരെ അങ്ങനെ വന്നു. പക്ഷെ നമുക്ക് ലേഡീസിന്റെ എല്ലായിടത്തുള്ള നമുക്ക് ഇന്ത്യൻ ഗാർമെന്റ്സും ഒക്കെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ളത് വേണം. അപ്പൊ ഇപ്പൊ വരും കേട്ടോ. അപ്പൊ ഇന്നിവിടെ കിടന്നോണം, അല്ലേ നാളെ ഞാൻ ഉറപ്പായിട്ട് കടയിൽ വരാം. നല്ല തിരക്കുള്ള കടയെ ഞാൻ വരത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിള്ളേരെ വീട്ടിലോട്ട് നമ്മളെ എല്ലാം കൂടെ പോയി എൻജോയ് ചെയ്യാൻ പോയതാണ്, നമ്മളെ കൂടെ വിളിച്ചോണ്ട് പോയതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ മഴയായി പോയി. അതെ അതെ, അല്ലെ നല്ലൊരു വീഡിയോ ആക്കായിരുന്നു, നല്ലൊരു സൂപ്പർ വീഡിയോ ആക്കായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും കുഞ്ഞുങ്ങൾ വരട്ടെ. അവർക്ക് പിള്ളേരെന്നാ ചിക്കൻ കറി കൂട്ടുമോന്ന് അറിയത്തില്ല. വേറെ തോരനും കാര്യങ്ങളും ഒന്നും ഞാൻ വെച്ചിട്ടില്ല. മഴയില്ലെങ്കിൽ നമുക്ക് പിള്ളേരെ ഇവിടെ ആറ്റിലിറക്കുവോ പിന്നെ ചെയ്യാൻ മതി. പക്ഷെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ വരട്ടെ. പിള്ളേർക്ക് വേണമെങ്കിൽ മുട്ട പൊരിച്ചെങ്ങാനും കൊടുക്കാൻ പറയാം, ചോറ്. അവള് പിന്നെ ഉണ്ടല്ലോ വന്നപ്പം മുതലേ അതാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. കപ്പ പൊളിക്കുന്നു, ഉള്ളി പൊളിക്കുന്നു. നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ? അതെ, സത്യം മക്കളെ പോലൊക്കെ തന്നെയാണ് കേട്ടോ. അത് നമുക്ക് എടുത്തെടുത്തെടുത്ത് പറയാൻ തോന്നുന്ന കാര്യം എന്താണെന്നറിയാം, നമ്മളോട് അങ്ങനെയാണ് അവര്. അതുകൊണ്ടാണ് കേട്ടോ. അതെ, ശരിക്കും അപ്പനും മരുമോളും തന്നെയാ. എന്നിട്ട് അവിടെ ചെന്ന് പറയും മാമനല്ലേ എനിക്ക് സമാധാനമില്ല, മാമനല്ലേ എനിക്ക് വഴക്കൊക്കെ പറയും. എന്നാ കാര്യം ഉണ്ടല്ലോ അവൻ ചേട്ടായിട്ട് ചോദിച്ചിട്ട് ചെയ്യത്തുള്ളൂ. അതൊക്കെ ഒരു വലിയ ക്വാളിറ്റിയാണ് കേട്ടോ സത്യത്തിൽ. അത് എന്നാ പറയുന്നത്, കാരണവന്മാരുടെ ഒരു അനുഗ്രഹം ആ കുഞ്ഞുങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വെച്ചടി കേരളത്തേ ഉള്ളൂ. രക്ഷപ്പെട്ട് കിടക്കട്ടെ, എല്ലാ മക്കളും രക്ഷപ്പെട്ട് കിടക്കട്ടെ. ദൈവമേ, ഏത് പട്ടാളങ്ങളൊക്കെയാ വന്നേക്കുന്നത് നോക്കിക്കേ. ഇത് ഏത് പട്ടാളങ്ങളൊക്കെയാ വന്നേക്കുന്നത്? ഷിയാക്കുട്ടിയോ? ഷിയാക്കുട്ടിയുടെ ഹായ് പറഞ്ഞേ. ഹായ്. എന്ത് ചെയ്യും, വീണ്ടും സിഗ്നൽ പോയാ എന്നാ ഇതിന്റെ ആയിരിക്കും. അപ്പൊ നമുക്ക് കഴിക്കാൻ കൊടുക്കാം അല്ലേ? മുമ്പൊക്കെ തന്നിട്ട് പോയാട്ടാ. അയ്യോ എത്തത്തില്ല, കൊച്ചായി എത്തത്തില്ല ചേട്ടായി. എന്താ തമ്മിലാണ് ചെറിയ ജീവനാട്ടാ ഇതുങ്ങളെ. എന്താ തമ്മിലാണ്. എന്നാ പിന്നെ രാത്രി യാത്രയില്ല, നിങ്ങളോട് കിടക്കാൻ പറഞ്ഞിട്ട് കിടക്കത്തില്ല. പിന്നെ ഞാനാ തന്നല്ലേ സിറ്റോട്ടി തന്നല്ലേ മോനെ. അയ്യോ പോവാണോ? എന്നാ പറ്റിയേ? ഞാൻ കൊണ്ടോട്ടെ, കൊണ്ടുപോകും. ചെലപ്പം ചെയ്തല്ലേ നനഞ്ഞു കിടക്കണോ കുഞ്ഞിന്റെ? ഓക്കെ പോട്ടോ. അതിന് വണ്ടി അവന് ഇവിടുന്ന് ഓണാക്കി തരാം, അവിടെ ലൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ്. ഈ ലൈറ്റ് ഇട്ടിട്ടില്ല, അതാ ഇരുട്ട്. ഓക്കെ മോനെ. പോയി അങ്ങനെ. നാളെ തിരക്കുള്ള ദിവസം അല്ലേ? ഓക്കെ ഓക്കേന്ന് പോന്നു. അയ്യോ, ഇത്ര നേരം തകർപ്പിന്റെ അംഗം മേളാങ്കമായിരുന്നു അല്ലേ? ഇച്ചിരി സമയമുള്ളത്. അതെ, ഭയങ്കര സന്തോഷമായ ദിവസം. അതെന്നാന്നറിയോ, നേരത്തെ അവന് എനിക്ക് കട തുറക്കണം. അപ്പൊ ഇവിടെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് അവര് നിക്കാതെ അങ്ങ് പോകുന്നേ. നാളെ ഒന്നാമത്തെ കാര്യം നല്ല തിരക്കുള്ള ദിവസം. നടക്കാനും പോകുന്നുണ്ടല്ലേ? അപ്പൊ അവര് പോട്ടെ. അയ്യോടാ, ഇച്ചിരി നേരം ഉള്ളായിരുന്നെങ്കിലും പിള്ളേരുമായിട്ട് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. സമയം പോയായിരുന്നില്ല അല്ലേ?
കഴിക്കുന്നൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കര ജീവനാ. ഞാൻ മറ്റേ വീഡിയോക്കകത്ത് വരുമ്പോൾ ആള് പോകും. വീഡിയോ കോൾ വരുമ്പോ ഇതേ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി കയറി പോവാ. ഓക്കെ പോകണം. എന്നാ വെളുപ്പിനില്ല കിടക്കാൻ പറഞ്ഞ കിടന്നില്ലാത്തതൊന്നും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന് രാവിലെ എഴുതി കട തുറക്കണം. വെളുപ്പിനെ അവൻ എഴുതിട്ട് കട തുറക്കും. അതാണ് അല്ല ഉത്തരവാദിത്തമുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെയാ. പണി വേണം, ജീവിക്കാനുള്ള ഒരു ഇത് വേണമെന്നുള്ളത്. അല്ലെ അവന് ഇവിടെ കിടന്നിട്ട് രാവിലെ 7 മണിക്ക് ഇട്ട് പോയാൽ മതി. ഉത്തരവാദിത്തമുള്ളവർ അങ്ങനെയാ, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നിട്ട് പെട്ടെന്ന് സെറ്റിയൊക്കെ വിരിക്കും കേട്ടോ. എന്നാന്നോ എൻ്റെ വൃത്തി ഇതുങ്ങൾ ഈ ഫോണിൽ കാണുന്നതല്ലേ. അയ്യോ കൊച്ചുങ്ങൾ മൊത്തം ഇത് നിരത്തി എടി പെട്ടെന്ന് റെഡിയാക്കടി എന്ന് പറഞ്ഞുകൊണ്ട് റെഡിയാക്കുക കേട്ടോ. ചേട്ടായി പിടിച്ച് അവിടെ ഇട്ടതാ. അപ്പോൾ ചോറും ഒക്കെ ആയിരുന്നു. ചോറ് കഴിച്ചില്ല കേട്ടോ. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകണം. അത്രയൊക്കെ ഉള്ളു പരിപാടി. അപ്പം ഭയങ്കര സന്തോഷം അല്ലേ ചേട്ടാ? ഇച്ചിരി നേരം ഉള്ളായിരുന്നേലും ചേട്ടായി അതെ. ഇത് നല്ല സീലേ സൺഡേ മൺഡേ. പക്ഷേ ഞാൻ പ്രീതിയിലൊരു നീണ്ട കമ്പൗണ്ട് വെച്ചിട്ട് പിടിച്ചില്ല. എനിക്ക് വേറൊരു വെച്ച് ബാംഗ്ലൂരിൽ നിന്ന് അയച്ചു തന്നു. അത് പിടിച്ചിട്ട് 2-3 പോണ്ടായി. പക്ഷേ ഇതിൻ്റെ ഇരട്ടി വലിപ്പമുണ്ട്. എന്താ പറയുക ഇത് അതൊക്കെ എവിടെ ചേച്ചി കാണുന്നത്? അതൊക്കെ ഏതാ ഈ താഴ്വശം കാണുന്നു? ആ എവിടെ വന്ന് ദൈവത്തിന് മാത്രം അറിയാം. എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്നും വന്നിട്ടില്ല. എൻ്റെ മുന്നേ തന്നെ ആ സ്ഥലം അല്ലേ മലയുടെ വലിയൊരു മലയുടെ മണ്ടയ്ക്കല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നേ. എൻ്റെ പൊന്നു മാതാവേ കണ്ടിട്ട് തന്നെ പേടിയാ. ഞാനോർത്ത് അത് നമ്മുടെ ഇവിടെയാണ് തവാർണ. ഭയങ്കര കുഴിയോ കേട്ടോ. ഭയങ്കര കുഴിയെന്ന് വെച്ചാൽ ഭയങ്കര കുഴി. എൻ്റെ പൊന്നെ ശരിക്കും പേടിയാവേ. ശരിക്കും പേടിയാവുന്ന ശരിക്കും പേടിയാവും. എൻ്റെ പൊന്നെ ഇതിലൊക്കെ രാത്രി പോകുന്ന കാര്യം ഓർത്ത് വയ്ക്കാം. അയ്യോ എൻ്റെ അമ്മ മാതാവേ പന്നിയും കാട്ടിൽ അല്ലേ. ആർക്കറിയാം എവിടെ ചെല്ലുന്നു. ആ ഇതിലെ പോകുന്നതാണോ മത്തായി പറ. എൻ്റെ മാതാവേ എന്നാലും കൊള്ളാം. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര കാറ്റിൻ്റെ സൗണ്ടാവട്ടോ. ഭയങ്കര സൗണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് കൊടുത്തേക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ ഉഷേജി ഓമൻ ചേച്ചി ഞാനും കൂടെ ഒരു വഴി വരെ പോയതിന് നേരത്തെ വീഡിയോ എടുത്ത് വെച്ചിരുന്ന ഇത് കേട്ടോ. ഉഷേജി എന്നെ കാണിച്ചു തരുമോ? തോട്ട് നോക്കി ഭയങ്കര കൊക്കല്ലേ കൊച്ചെന്നൊക്കെ. ഓമൻ ചേച്ചിയാണ് എന്നെ തയ്യലിൻ്റെ സംഘത്തിലൊക്കെ ചേർപ്പിച്ച ചേച്ചിയാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഇവരെല്ലാം നമ്മുടെ ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്. നമ്മളത് കഴിഞ്ഞല്ലേ ഒന്ന് സ്ഥലം മേടിച്ച് ഇവിടെ വീട് വെച്ചത്. അപ്പം ഓമൻ ചേച്ചി ഉഷേച്ചിയും ഉണ്ട്. കുറേ പേര് അങ്ങോട്ട് ഫ്രണ്ടിലോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ശരിക്കും രാത്രിയിലൊക്കെ പോകുമ്പോഴത്തെ അവസ്ഥ ഓർത്ത് പേടി ഞാൻ പറയാതെ കേട്ടോ. ഞാനതൊക്കെ പറയാം. എൻ്റെ പോലെ നമുക്ക് പേടിയാവുന്നേ. ശരിക്കും നമ്മൾ ടൗണിൽ താമസിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ളിടത്തും ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര എന്തോരം ബുദ്ധിമുട്ടിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ അവരോട് ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.